കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിക്ക് ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദമുണ്ടായിരുന്നെന്ന് സഹോദരൻ CJ ബാബു. നിരന്തരമായി റെയ്ഡ് നടന്നിരുന്നുവെന്നും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഉത്തരം പറയണമെന്നും ബാബു പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദും സംഘവുമാണ് റെയ്ഡ് നടത്തിയെന്നും വലിയ സമ്മർദ്ദമുണ്ടെന്ന് റോയി ഇന്ന് തന്നോട് പറഞ്ഞെന്നും ബാബു പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായി ഇൻകം ടാക്സിന്റെ സമ്മർദ്ദം റോയിക്കുണ്ടായിരുന്നു. ഡിസംബർ 3-ന് ഇൻകം ടാക്സ് വന്നിരുന്നു. 4-5 ദിവസം അവർ പരിശോധന നടത്തി. ജനുവരി 28-നും വന്നു. കേരളത്തിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ കൃഷ്ണപ്രസാദും സംഘവുമാണ് വന്നത്. അവർ എന്ത് ബുദ്ധിമുട്ടാണ് അവന് ഉണ്ടാക്കിയതെന്നറിയില്ല. ഉത്തരം നൽകേണ്ടത് അവരാണ്. ഇൻകം ടാക്സിന്റെ ബുദ്ധിമുട്ടിക്കൽ കൂടുതലായെന്ന് റോയ് നിരവധി തവണ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് കൂടി എന്നെ വിളിച്ചിരുന്നു. ഇൻകം ടാക്സുകാർ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ലെന്നും ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു. അവൻ 4 ദിവസമായി സമ്മർദ്ദത്തിലായിരുന്നു. ഞാൻ സമാധാനപ്പെടുത്തിയതാണ്. പക്ഷെ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് എന്റെ സഹോദരനെ നഷ്ടമായി, അത്ര തന്നെ. എന്റെ അനിയനാണ് റോയ്, ബാബു പറഞ്ഞു. CJ റോയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്നും നല്ല ബാങ്ക് ബാലൻസ് ഉള്ള ആളാണ് റോയ് എന്നും ബാബു പറഞ്ഞു. ലൈസൻസ് ഉള്ള പിസ്റ്റൽ ഉപയോഗിച്ചാണ് റോയ് ജീവനൊടുക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഉച്ചയോടെ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെയാണ് CJ റോയ് ജീവനൊടുക്കിയത്. ബംഗളൂരുവിലെ അശോക് നഗറിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് അദ്ദേഹം സ്വയം വെടിയുതിർക്കുകയായിരുന്നു. ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് നേരത്തെ എത്തിയിരുന്നു. 2 മണിയോടെയാണ് റോയ് ഓഫീസിലെത്തിയത്. ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ ചില രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും റോയ് രേഖകൾ ഹാജരാക്കിയില്ല. തുടർന്നാണ് റോയ് സ്വയം നിറയൊഴിച്ചത്. ഉദ്യോഗസ്ഥർ തന്നെയാണ് റോയിയെ ബംഗളൂരുവിലെ നാരായണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സ്വന്തം ഉടമസ്ഥതയിലുള്ള തോക്കുപയോഗിച്ചാണ് റോയ് നിറയൊഴിച്ചതെന്നാണ് വിവരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗളൂരുവിലടക്കം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു.